നമസ്കാരം സാർ. നമസ്കാരം. നമസ്കാരം സാർ. നമസ്കാരം. നമസ്കാരം. ഞാൻ യാത്രയാണ്, ഇന്ന് യാത്രയാ മദ്രാസിലേക്ക്. അവിടെ ഭയങ്കര തണുപ്പാണോ സ്വാമിക്ക്? ഭയങ്കര തണുപ്പാ. ആണോ? ഓ, അത് ശരി. ആരോഗ്യം കുഴപ്പമില്ലല്ലോ? കുഴപ്പമില്ല സാർ. സാറിന്റെ അനുഗ്രഹമുണ്ട്. സ്വാമി അനുഗ്രഹിക്കുന്നു. നമുക്ക് ആരംഭിക്കാം. ഓം സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. സമാധാനീയരായ എല്ലാ പഠിതാക്കൾക്കും വിനീതമായ 84 13 വരെ എഴുത്ത്. ഇനിയും 14 അതെ 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 സാർ. ദശമസ്കന്ധം അധ്യായം 84 ശ്ലോകം 14. 84-14. ശ്രീശുകൗവാച നിശമ്യദ്ധം ഭഗവതഃ കൃഷ്ണസ്യ അകുണ്ഠമേധസ വചോ ദുരന്വയം വിപ്രാസ്തൂഷ്ണീമാസൻ ഭ്രമദ്ധിയാം. നിശമ്യ കേട്ടിട്ട് യുദ്ധം ഇപ്രകാരം: ഭഗവതഃ കൃഷ്ണസ്യ അകുണ്ഠമേധസ, ശ്രീകൃഷ്ണ ഭഗവാന്റെ അകുണ്ഠമായ മേധയോടുകൂടിയവനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ, ഒരു കുണ്ഠിതമില്ലാത്ത ബുദ്ധിയോടുകൂടിയവനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ, സൂക്ഷ്മ ബുദ്ധി ഉള്ളവനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ, കൃഷ്ണസ്യ അകുണ്ഠമേധസഃ ഭഗവതഃ ഇത്തം വചോ നിശമ്യ, ഇങ്ങനെയുള്ള വാക്കുകൾ കേട്ടിട്ട് ദുരന്വയം, അന്വയിക്കാൻ പ്രയാസമായ വാക്കാണ് ഭഗവാൻ പറഞ്ഞത്. ശ്രീകൃഷ്ണന്റെ വാക്കിൻ അർത്ഥവുമായിട്ടുള്ള സംബന്ധം, വാക്കിനെ അർത്ഥത്തിൽ സമന്വയിക്കാൻ ഇത്തിരി വിഷമമുണ്ട്. കാരണം ഇപ്പൊ പറഞ്ഞു മുഴുവൻ ഒരു സാധാരണ മനുഷ്യന്റെ വാക്കിൽ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. കാരണം ഭഗവാനേക്കാൾ എത്രയോ വലുതാണ് ഋഷിമാർ, ബ്രാഹ്മണർ എന്നൊക്കെയാണല്ലോ പറഞ്ഞുകൊണ്ടുവന്നേ. ഇത് ദുരന്വയമാണ്. അർത്ഥം ശരിക്കും മനസ്സിലാക്കിയെടുക്കാൻ വിഷമമാണ് ഭഗവാനെ പോലുള്ള ഒരാളുടെ ഈ സംഭാഷണം. വിപ്രാഹ, ആ ബ്രാഹ്മണർ, തൂഷ്ണീയും ആസൻ, ഒന്നും മിണ്ടാതിരുന്നു. ഭ്രമധേയ, ബുദ്ധി ഭ്രമിച്ചവരായ, എന്താ ഇതിന് മറുപടി പറയണ്ടെന്നറിയില്ല. ഇവരുടെ മുമ്പിൽ ഈ അവതാര സ്വരൂപമായ ഭഗവാൻ കൃഷ്ണൻ വളരെ ചെറുതായി, ഇവര് വലുതായി. അപ്പൊ ഇവർക്ക് അവരുടെ ബുദ്ധി തന്നെ ഭ്രമിച്ചു പോയോന്ന് മനസ്സിലായത്. അങ്ങനെ ഭ്രമധിയായ അവരെ, ആ ബ്രാഹ്മണരെ, തൂഷ്ണീമാസൻ, ഒന്നും മിണ്ടാതെ ഇരുന്നു. നിശമ്യദ്ധം ഭഗവതഃ കൃഷ്ണസ്യ അകുണ്ഠമേധസ വചോ ദുരന്വയം വിപ്രാസ്തൂഷ്ണീമാസൻ ഭ്രമദ്ധിയാം. നിശമ്യദ്ധം ഭഗവതഃ കൃഷ്ണസ്യ അകുണ്ഠമേധസ വചോ ദുരന്വയം വിപ്രാസ്തൂഷ്ണീമാസൻ ഭ്രമദ്ധിയാം. ചിരം വിമർശമുനയ ഈശ്വരസ്യേഷിതവ്യതാം ജനസംഗ്രഹൈത്യൂചുസ്മയന്തസ്തം ജഗദ്ഗുരും. ചിരം വിമർശ്യമുനയ, മുനിമാർ വളരെ സമയം ആലോചിച്ചിട്ട്, വിമർശനം ചിന്തിച്ചിട്ട്, ആലോചിച്ചിട്ട്, ഈശ്വരസ്യ ഈശിതവ്യതാം, ഈശ്വരന്റെ ഈശിതവ്യതയെ കുറിച്ച്, ഈശിതവ്യ, ഈശനായിരിക്കുന്നു എന്നുള്ള അവസ്ഥ, വാസ്തവത്തില്
എല്ലാ ജീവജാലങ്ങളെയും അതാത് സ്ഥലങ്ങളിൽ വേണ്ടതുപോലെ ഇരുത്തി രക്ഷിച്ചു പരിപാലിച്ചു കൊണ്ടുവരുന്നവനായ ആണ് ശ്രീകൃഷ്ണൻ. ആ ശ്രീകൃഷ്ണൻ താൻ അനീശനാണ് എന്ന് പറഞ്ഞ വാക്കിനെ കുറിച്ച് പറഞ്ഞതിന് ഇവരാലോചിച്ചു. ഈശ്വരഫ്യ ഈശിതവ്യതാം മുനേഹ വിമർശ്യ ജനസംഗ്രഹ ഇത്യൂജു. എന്താണ്? ജനങ്ങളെ അനുഗ്രഹിക്കാൻ വേണ്ടിയാണ് എന്നവർ പറഞ്ഞു. ജനസംഗ്രഹ ഇത്യൂജു. ഇവിടെ സംഗ്രഹത്തിന് അനുഗ്രഹം എന്നർത്ഥം. രണ്ടും ഒരു ധാതുവാണ്. പക്ഷെ ഇത് അതിൻ്റെ എന്താ പ്രിഫിക്സ് മാറുമ്പോൾ അർത്ഥം മാറുന്നുള്ളൂ. സംഗ്രഹം, അനുഗ്രഹം, ആഗ്രഹം ഒക്കെ എന്താ ഗ്രഹധാതുവാണ്. ജനസംഗ്രഹ ഇതി ഊചു. ഇന്നിങ്ങനെ പറഞ്ഞു. സ്മയന്തസ്തം ജഗദ്ഗുരും. ആ ജഗദ്ഗുരുവായ ആ ഭഗവാനോട് ഒരു വിസ്മയത്തോടു കൂടിയവരായിട്ട്. എന്തിനാണ് ഭഗവാൻ ഇങ്ങനെ പറഞ്ഞത് എന്നുള്ളത് ആശ്ചര്യമായ ഒരു പുഞ്ചിരിയോടുകൂടി അവർ ഭഗവാനോട് ഇങ്ങനെ പറഞ്ഞു. ഭഗവാന്റെ വാക്കുകള് വിമർശന വിധേയമാക്കി. അക്കം കാരണം ഈശ്വരവ്യനായ ഈശ്വരന്റെ വാക്കാണ്. എന്തിനാണ് ഭഗവാൻ ഇപ്പൊ ഇങ്ങനെ പറഞ്ഞത്? ജനസംഗ്രഹത്തിന് വേണ്ടിയാണ്, ജനങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് എന്ന് ആലോചിച്ചതിന് ശേഷം അവർ ജഗദ്ഗുരുവായ ഭഗവാനോട് ഇങ്ങനെ പറഞ്ഞു എന്നാണ്. ചിരം വിമർശമുനയ ഈശ്വരഫ്യേഷിതവ്യതാം ജനസംഗ്രഹയിത്യൂജു സ്മയന്തസ്തം ജഗദ്ഗുരും. ചിരം വിമർശമുനയ ഈശ്വരഫ്യേഷിതവ്യതാം ജനസംഗ്രഹയിത്യൂജു സ്മയന്തസ്തം ജഗദ്ഗുരും. മുനയ ഊജു. ഇനി മുനിമാരുടെ വാക്കുകളാണ്. മുനിമാർ ഭഗവാനോട് പറയുന്ന വാക്കുകളാണ്. ഇതുവരെ ഭഗവാൻ മുനിമാരോട് പറഞ്ഞാണ്. മുനിമാർ ഭഗവാനോട് വിസ്മയത്തോടെ, അത്ഭുതത്തോടെ ഈശ്വരവ്യനായ ഭഗവാന്റെ, ഈശ്വരന്റെ വാക്കുകളിലെ ദുരന്വയത്തെക്കുറിച്ച് വളരെ ആലോചിച്ചിട്ട് ഒരു മറുപടി പറഞ്ഞു. മുനയ ഉജു. എന്മായയാ തത്വവിദുത്തമാവയം വിമോഹിതാ വിശ്വസൃജാമധീശ്വരാം യതീശിതവ്യായതി ഗൂഢൈഹയാ ഹോ വിചിത്രം ഭഗവത് വിചേഷ്ടിതം. യത് മായ, യാതൊരു ഭഗവാന്റെ മായ കൊണ്ട്, തത്വവിത് ഉത്തമാഹ വയം, തത്വമറിയുന്നവരിൽ വെച്ച് ഉത്തമരായിരിക്കുന്ന വയം ഞങ്ങൾ, തത്വവിത് ഉത്തമാഹ വയം വിമോഹിതാഹ മോഹിക്കപ്പെട്ടവരായി, വിശ്വസൃജാം അധീശ്വരാഹ ലോകത്തെ സൃഷ്ടിക്കുന്നവരുടെ അധീശനായ നിയന്താവായ തത്വമറിയുന്നവരിൽ വെച്ച് ഉത്തമരായുമിരിക്കുന്ന വയം ഞങ്ങൾ യാതൊരു ഭഗവാന്റെ മായ കൊണ്ട് മോഹിതരായി തീർന്നിരിക്കുന്നു. യത് എന്തെന്നാൽ ഈശിതവ്യാധി ഗൂഢ ഈഹയ, ഈശിതവ്യ അതി, ഈശിതവ്യനെ പോലെ ആചരിക്കുക. ഈശിതവ്യായതി ഗുണവത് ആചരതി ഗുണായതി, ജലവത് ആചരതി ജലായതി, ഈശിതവ്യവത് ആയതി ഈശിതവ്യായതി. ഈശിതവ്യനെ പോലെ ആചരിക്കുന്നത് ഗൂഢ ഈഹയ, ഗൂഢമായ ഈഹ എന്നുവെച്ചാൽ സങ്കല്പം അനുസരിച്ചുള്ള പ്രവൃത്തി. അങ്ങയുടെ സങ്കല്പവും അങ്ങയുടെ പ്രവൃത്തിയും ഗൂഢമാണ്. അഹോ വിചിത്രം ഭഗവത് വിചേഷ്ടിതം. അഹോ ഭഗവത് വിചേഷ്ടിതം വിചിത്രം. ഭഗവാന്റെ വിചേഷ്ടിതങ്ങൾ വിചിത്രങ്ങളാണ്. കാരണം അങ്ങയുടെ മായ കൊണ്ട് സകലരും മോഹിതരാണ്, ഞങ്ങൾ ഉൾപ്പെടെ എല്ലാവരും.
എൻ മായയാ വിശ്വസൃജാം അധീശ്വരാഹ തത്വവിദുത്തമാഹ അപി എൻ മായയാ മോഹിത. വിശ്വസൃഷ്ടികളായ, വിശ്വത്തെ സൃഷ്ടിക്കുന്നവരായ പ്രജാപതിമാർ, ദക്ഷൻ, കശ്യപൻ തുടങ്ങി കുറെ പ്രജാപതിമാരുണ്ട്, കർദമൻ, ഇങ്ങനെയുള്ള പ്രജാപതിമാർക്ക് അധീശ്വരനാണ് അങ്ങ്. ആ പ്രജാപതിമാർക്ക് പോലും ഉപദേശം കൊടുത്ത് അവരെ യഥാസ്ഥാനങ്ങളിലിരുത്തി അവരെ കൊണ്ട് കർമ്മം ചെയ്യിക്കുന്നവനാണ് അങ്ങ്. വിശ്വസൃജാം അധീശ്വരാഹ, അങ്ങനെയുള്ള അങ്ങ് വിശ്വത്തെ സൃഷ്ടിക്കുന്നവരുടെയും നിയന്താക്കന്മാരായി, തത്വമറിയുന്നവരിൽ വെച്ച് ഉത്തമന്മാരായും ഇരിക്കുന്ന ഞങ്ങൾ ഋഷിമാർ. എൻ മായാ തത്വവിദുത്തമാവയം വിമോഹിത വിശ്വസൃജാമധീശ്വര. അപ്പോ ഇവരൊക്കെ അവരുടെ മാർഗത്തിൽ വേണ്ടതുപോലെ പ്രവർത്തിച്ച് തത്വജ്ഞന്മാരിൽ വെച്ച് ഉത്തമന്മാരായ ഞങ്ങൾ പോലും അങ്ങയുടെ മായയിൽ മോഹിതരാണ്. എൻ മായ വയം വിമോഹിത. അങ്ങയുടെ ആ മായ അത് എന്താണ് എന്നാണെങ്കിൽ എന്താണ് ആ മായയുടെ വൈശിഷ്ട്യം? യാതൊരു മായ കൊണ്ട് മനുഷ്യവ്യാപാരങ്ങളെ നടത്തിക്കൊണ്ട് ആരാലും അറിയപ്പെടാൻ കഴിയാത്ത വിധത്തിൽ അങ്ങ് ഗൂഢനായിരിക്കുന്നു എന്നുള്ള അങ്ങയുടെ മായയാണ്. അങ്ങിപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ചേഷ്ടകൾ മനുഷ്യവ്യാപാരങ്ങളാണ്. ഈശ്വരന്റെ വ്യാപാരമല്ല, ഒരു മനുഷ്യൻ ചെയ്യുന്ന വ്യാപാരങ്ങളാണ്. പക്ഷെ അതിൻ്റെ ഉള്ളിൽ അങ്ങയുടെ തത്വം ആരാലും അറിയപ്പെടാതെ ഗൂഢമായി ഒളിപ്പിച്ചു വച്ചിരിക്കാം. ഈശ്വരവ്യായതി ഈഹയ ഗൂഢ. എന്തിനാണ് ഇങ്ങനെ അങ്ങ് എന്ന് ചോദിച്ചാൽ അങ്ങയുടെ വിചിത്ര വ്യാപാരം ആർക്കറിയും കിട്ടും, അത്ഭുതം എന്നേ പറയുന്നു. എന്തിനാണ് ഇങ്ങനെ സ്വരൂപം കെട്ടി ലീലകളാടി ഉപദേശിക്കുന്നു, ഞങ്ങളെ പ്രശംസിക്കുന്നു, ഞങ്ങളെ പുകഴ്ത്തുന്നു, ഞങ്ങളുടെ കാലിൽ വീണ് നമസ്കരിക്കുന്നു? ഇതൊക്കെ എന്തിനാണ്? അങ്ങയുടെ മായയ്ക്ക് അധീനനാണ് ഞങ്ങൾ. പിന്നെന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ ലോകർ ഇതുപോലെ ഞങ്ങളെ ആദരിക്കണം എന്ന് മറ്റുള്ളവരെ പഠിപ്പിക്കാൻ വേണ്ടിയായിരിക്കണം. അല്ല ഒരു കാര്യം ഞങ്ങൾ നോക്കിയിട്ട് കാണുന്നില്ല. കാരണം അങ്ങയുടെ മായ കൊണ്ടാണ് ഇവിടെ ഈ പ്രപഞ്ചത്തെ ജീവജാലങ്ങളൊക്കെ യഥാസ്ഥാനങ്ങളിൽ കഴിയുന്നത്. അത് അറിയുന്നവരിൽ ഉത്തമന്മാരാണ് ഞങ്ങള്. ആ ഞങ്ങൾ പോലും എന്ത് ചെയ്തിരിക്കുന്നു? ഇപ്പോൾ വിമോഹിതരായി. ഞങ്ങൾ പോലും അങ്ങയുടെ മായയ്ക്ക് അധീനായി. ഈശിതവ്യായിരി ഗൂഢ ഈഹയ. അങ്ങിപ്പോ ഞാൻ എല്ലാവരെയും രക്ഷിക്കുന്നവനാണ് എന്നുള്ള രക്ഷാചതുരത രഹസ്യമായി ഒളിപ്പിച്ചു തരികയാണ്. ഓ വിചിത്രം ഭഗവത് വിചേഷ്ടിതം. അങ്ങയുടെ വിചേഷ്ട എത്ര വിചിത്രമാണ്, അത്ഭുതമാണ്. യന്മായാ തത്വവിദുത്തമാവയം വിമോഹിത വിശ്വസൃജാമധീശ്വരാം യദീശിതവ്യായിരി ഗൂഢ ഈഹയാം അഹോ വിചിത്രം ഭഗവത് വിചേഷ്ടിതം. യന്മായാ തത്വവിദുത്തമാവയം വിമോഹിത വിശ്വസൃജാമധീശ്വരാം യദീശിതവ്യായിരി ഗൂഢ ഈഹയാം അഹോ വിചിത്രം ഭഗവത് വിചേഷ്ടിതം. ഇഹയേതദ്ബഹുധൈക ആത്മനാം സൃജത്യവത്യത്തിനബധ്യതേ യഥാ ഭൗമേഹേ ഭൂമിർ ബഹുനാമരൂപിണി അഹോ വിഭും നശ്ചരിതം വിഡംബനം. അനീഹ, ഈഹകളൊന്നുമില്ലാത്ത, ചേഷ്ടകളും വ്യാപാരങ്ങളും കർമ്മങ്ങളും ഒന്നുമില്ലാത്ത, ഏതത് ബഹുധാ ഏകഃ, അനീഹനായി
ഏകനായിരിക്കുന്ന അങ്ങ് ആത്മന തന്റെ ആത്മാവ് കൊണ്ട് ഏതത് ഇതിനെ ബഹുധാ ബഹുരൂപമായിട്ട് സൃഷ്ടിക്കുന്നു. അങ്ങേക്ക് ഒരു വ്യാപാരങ്ങളുമില്ല, ഒരു പ്രവൃത്തിയും ചെയ്യേണ്ട ആവശ്യമില്ല. ഏകനാണ് അങ്ങ്. മറ്റൊരു പദാർത്ഥങ്ങളെയും സഹായമായിട്ട് ആശ്രയിക്കേണ്ട ആവശ്യവും അങ്ങേക്കില്ല, അങ്ങയുടെ ആത്മാവില്ല. എന്നിട്ടങ്ങ് തൻ്റെ ആത്മാവിനെ തന്നെ ഉപാദാന കാരണമാക്കി മാറ്റിയിട്ട് ലോകങ്ങളെ സൃഷ്ടിച്ച് രക്ഷിച്ച് സംഹരിക്കുന്നു. സൃജതി അവധി അത്തി, സൃജത്യവത്യത്തി. സൃജതി സൃഷ്ടിക്കുന്നു, അവധി രക്ഷിക്കുന്നു, അത്തി സംഹരിക്കുന്നു. സൃജതി അവധി അദ്ധി. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് രക്ഷിച്ച് സംഹരിക്കുന്നു. അങ്ങ് ഏകനാണ്, ഒരു വ്യാപാരവുമില്ല, ഒരു പ്രവൃത്തിയുമില്ലാത്ത അങ്ങാണ് ഈ 3 പ്രവൃത്തി ചെയ്യുന്നത്. ആത്മന തന്നെത്താൻ ചെയ്യാണ്. പലതരത്തിൽ സൃഷ്ടിക്കുന്നു, പല വിധത്തിൽ രക്ഷിക്കുന്നു, പല വിധത്തിൽ സംഹരിക്കുന്നു. അത് അത്ഭുതമല്ല. ഉദാഹരണം പറയുകയാണ്. ഭൗമൈഹി ഹി, ഭൗമം ഭൂമിയെ സംബന്ധിക്കുന്ന ഭൂമിയുടെ വികാരങ്ങളിൽ ഹി തീർച്ചയായിട്ടും ഭൂമി ബഹുനാമരൂപിണി, ഭൂമി ബഹുനാമരൂപത്തോടു കൂടിയതാണ്. പലതരത്തിലുള്ള പേരുണ്ട്, പലതരത്തിലുള്ള രൂപങ്ങളുണ്ട്, പലതരത്തിലുള്ള വൈഭവങ്ങൾ ഭൂമിക്കുണ്ട്. അപ്പൊ ഒരു വ്യാപാരവും ചെയ്യാതിരിക്കുന്ന ഏകനായ അങ്ങ്, ഒരു പദാർത്ഥത്തെയും ആശ്രയിക്കേണ്ടാത്തവനായ അങ്ങ് തൻ്റെ ആത്മാവിനെ തന്നെ ഒരു ഉപാദാന കാരണമാക്കി മാറ്റി ലോകങ്ങളെ സൃഷ്ടിച്ച് രക്ഷിച്ച് സംഹരിക്കുന്നു. ബഹുരൂപമായി കാണപ്പെടുന്ന ഈ പ്രവൃത്തികളൊക്കെ അങ്ങേക്ക് അഹന്ത ഉണ്ടാക്കാത്തത് കൊണ്ട് ബന്ധനമില്ല. പക്ഷെ ഞങ്ങളുടെ സൃഷ്ടി, ഞങ്ങളുടെ രക്ഷ, ഇതൊക്കെ ബന്ധനത്തിനകപ്പെടുന്ന. എന്തെങ്കിലും വസ്തു ഉണ്ടാക്കിയാൽ, പേരിട്ടാൽ അതുമായി ഞങ്ങൾക്ക് ബന്ധനം ആയി. കാരണം എന്താണ്? ഞങ്ങൾ ആഗ്രഹം അല്ലെങ്കിൽ ഞങ്ങൾ ചെയ്യുന്നു എന്നുള്ള ബോധം ഉള്ളവരാണ്. അങ്ങേക്ക് ആ ബോധം ഇല്ലാത്തത് കൊണ്ട് അനീഹനാണ്, ഏകനാണ്. തൻ്റെ ആത്മാവ് കൊണ്ട് തന്നെ പരപ്രകാരത്തിൽ സൃഷ്ടിച്ച് രക്ഷിച്ചു സംഹരിക്കുന്നു. ഏതുപോലെ എന്നാൽ ഭൂമിയിലുള്ള ഓരോ പദാർത്ഥങ്ങളും, ഭൂമിയിലുള്ള മണ്ണ് എന്ന ഒരൊറ്റ സാധനം കൊണ്ടാണ് ബഹുരൂപ നാമരൂപിണി കുടമായും കലമായും പൂജയായും ഇതിനെല്ലാം ഉപയോഗിക്കുന്നത് എന്തിനാണ്? മണ്ണ് തന്നെയാണ്. ഇഷ്ടികയായിട്ടും ഇതൊക്കെ മണ്ണാണ്. ഒരു മണ്ണിനെ തന്നെ, ഇതെല്ലാം ഭൗമമാണ് ഈ മണ്ണ് മുഴുവൻ. ആ മണ്ണിനെ ഭൂമി ബഹുനാമരൂപിണി, പല നാമരൂപങ്ങളുള്ള ഭൂമിയാക്കി മാറുന്നു. ഇത് ലോകത്ത് കാണപ്പെടുന്ന കാഴ്ചയാണ്. ഇതുപോലെയാണ് അങ്ങയുടെ സൃഷ്ടി. ഇവിടുന്ന് തന്നെ, ഈ ഭൂമിയിൽ തന്നെ മണ്ണെടുത്ത് തന്നിൽ നിന്ന് ഉപാദാന കാരണം സ്വീകരിച്ചിട്ട് താൻ തന്നെ കുടവും കലവും ചട്ടിയൊക്കെ ആയിട്ടുണ്ടാക്കി പല പേര്, പല രൂപം, പല ആകൃതി. എന്നിട്ട് രക്ഷിക്കും. അത് വീണ്ടും സംഹരിച്ച് മണ്ണായി ഭൂമി തന്നെ അവശേഷിക്കും. ഭൗമീർഹേ ഭൂമിർ ബഹുനാമരൂപിണീ അഹോ വിഭുംനശ്ചരിതം വിഡംബനം. ആശ്ചര്യം തന്നെ. വിഭുംന എന്നും നിറഞ്ഞിരിക്കുന്ന അങ്ങയുടെ ചരിതം അത് വിഡംബനമാണ്, അനുകരണമാണ്. എന്തിനാണ്? അങ്ങ് അനുകരിക്കലാണ്. അങ്ങയുടെ മനുഷ്യനാട്യമാണിതൊക്കെ. മായാധിനാഥനായ അങ്ങിപ്പോൾ സമ്പൂർണനായ മനുഷ്യനാട്യത്തെ ലോകത്തെ അനുകരിക്കാൻ വേണ്ടി മാത്രം കാണിച്ചു കൊടുക്കാം. ഇതൊരു ആശ്ചര്യം തന്നെ.
ബ്രാഹ്മണ ഭക്തനായി അങ്ങിരിക്കുന്നത് കണ്ട് മറ്റുള്ളവർ ഇങ്ങനെ ആചരിക്കണം എന്ന് ഉള്ള വിചാരത്താലാണ് ഞങ്ങളെ സ്തുതിക്കുകയും വന്ദിക്കുകയും നമസ്കരിക്കുകയും ചെയ്ത് ഞങ്ങൾ. അങ്ങേക്കിൻ്റെ ആവശ്യമില്ല, ഞങ്ങൾ അങ്ങനെയാണ് ഇതൊക്കെ ചെയ്യേണ്ടത്. പക്ഷെ അങ്ങിപ്പോൾ ഈ ചെയ്ത് കാണിച്ചത് ഞാൻ ചെയ്തതുപോലെ ഈ ചുറ്റും നിൽക്കുന്ന സമസ്ത ജനങ്ങളും ഈ വിപ്രന്മാരായ ഞങ്ങളെ വന്ദിക്കണം, ബഹുമാനിക്കണം, ആദരിക്കണം എന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു മനുഷ്യനാട്യം തന്നെയാണെന്ന് ഞങ്ങൾ വിചാരിക്കണം. അഹോ വിഭുംനഹ ചരിതം വിഡംബരം. അതായത് അങ്ങയെ നമസ്കരിക്കുന്ന, ഞങ്ങളെ നമസ്കരിക്കുന്ന ആവശ്യമില്ല. ഞങ്ങൾ കുറേ ആലോചിച്ചപ്പോൾ ചിന്തിച്ചപ്പോൾ കണ്ടു കിട്ടിയ ഒരു മറുപടി ഇതാണ്: അങ്ങനെ ചെയ്ത് കാണിച്ചാൽ മറ്റുള്ളവർ എന്ത് ചെയ്യും? ഇതിനെ അനുകരിക്കും. അങ്ങനെ മറ്റുള്ളവരൊക്കെ ഞങ്ങളെപ്പോലുള്ള ഋഷിമാരെയും ബ്രാഹ്മണരെയും ഒക്കെ ആദരിക്കട്ടെ, ബഹുമാനിക്കട്ടെ എന്ന് കണ്ടു തന്നെ ആവണം എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. അനീഹ ഏതദ് ബഹുധൈകാത്മനാം സൃജത്യവത്യത്തി ന ബധ്യതേ യഥാം ഭൗമൈഹി ഭൂമിർ ബഹുനാമരൂപിണീം അഹോ വിഭൂന്നശ്ചരിതം വിഡംബനം. അനീഹ ഏതദ് ബഹുധൈകാത്മനാം സൃജത്യവത്യത്തി ന ബധ്യതേ യഥാം ഭൗമേർഹി ഭൂമിർ ബഹുനാമരൂപിണി അഹോ വിഭൂന്നശ്ചരിതം വിഡംബനം. അനീഹ ഏതദ് ബഹുധൈകാത്മനാം സൃജത്യവത്യത്തി ന ബധ്യതേ യഥാം ഭൗമൈഹി ഭൂമിർ ബഹുനാമരൂപിണി അഹോ വിഭൂന്നശ്ചരിതം വിഡംബനം. അഥാപി കാലേ സ്വജനാഭിഗുപ്തേ ബിഭർഷിഫത്വം ഖരനിഗ്രഹായ ചാം സ്വലീലയാ വേദപഥം സനാതനം പത്മാശ്രമാത്മാ പുരുഷ പരോ ഭവൻ. അഥാപി എന്നാലും കാലേ കാലത്തിൽ സ്വജനാഭിഗുപ്തയെ സ്വന്തം ജനങ്ങളെ രക്ഷിക്കാൻ വേണ്ടി, അഭിഗുപ്തി രക്ഷ, സ്വജനാഭിഗുപ്തയെ സ്വന്തം ജനങ്ങളെ രക്ഷിക്കാൻ വേണ്ടി ബിഭർഷി ധരിക്കുന്നു സത്വം, സത്വരൂപത്തെ ഖലനിഗ്രഹായ ഖലന്മാരായ ദുഷ്ടന്മാരെ നിഗ്രഹിക്കുവാൻ വേണ്ടി അങ്ങ് സത്വഗുണത്തെ ധരിക്കുന്നു. അഥാപി കാലേ സ്വജനാഭിഗുപ്തയെ ഖലനിഗ്രഹായ സത്വം ബിഭർഷിച്ച, ഖലനിഗ്രഹത്തിനായി സത്വത്തെ ധരിക്കുകയും ചെയ്യുന്നു അങ്ങ്. സ്വലീലയ സ്വന്തം കളികൊണ്ട് വേദപഥം സനാതനം, ഒരിക്കലും നശിക്കാത്ത വേദത്തിന്റെ മാർഗത്തിലുള്ള വർണ്ണ ആശ്രമ ആത്മാ വർണ്ണാശ്രമ ആത്മസ്വരൂപനായ പുരുഷ പരോഭവൻ. അങ്ങനെയുള്ള ആ പരമപുരുഷനാണ് അങ്ങ്. സ്വന്തം ലീല കൊണ്ട് ശാശ്വതമായ വേദപഥത്തെ അങ്ങ് ഭരിക്കുകയാണ്. വർണ്ണധർമ്മങ്ങൾ, ആശ്രമധർമ്മങ്ങൾ മുതലായിരിക്കുന്ന ആചാരങ്ങൾ ശ്രദ്ധയോടുകൂടി അവതാരലീല ആയ ഈ ശരീരം സ്വീകരിച്ചിട്ട് കൊണ്ടും അതൊരിക്കലും നശിപ്പിക്കാത്ത വേദസമ്പ്രദായത്തെ നിലനിർത്തുകയാണ് ചെയ്യുക. അങ്ങ് ബ്രഹ്മജീവനുഷ്ഠിച്ചു, ഗാർഹസ്ഥ്യമനുസരിച്ചു, അങ്ങ് പഠിച്ചു, വേദം പഠിച്ചു, വിദ്യ പഠിച്ചു. അങ്ങ് വേദസ്വരൂപനാണ്. അങ്ങേക്ക് ഇതൊന്നും ആവശ്യമില്ല, അങ്ങയിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടായത്. അപ്പൊ അങ്ങ് വേദം പഠിച്ച് കാണിച്ചത് മറ്റുള്ളവർ ഇങ്ങനെ പഠിക്കട്ടെ എന്ന് ബോധ്യപ്പെടുത്താൻ. അങ്ങ് ഉപനീതനായ ഗുരുവിന്റെ അടുക്കൽ പോയി വിദ്യ പഠിച്ചത് മറ്റുള്ളവരും ഇങ്ങനെ ചെയ്യണം എന്ന് കാണിക്കാനാണ്. അങ്ങ് ഗാർഹസ്ഥ ജീവിതം സ്വീകരിച്ച് സന്താനങ്ങൾ ഉത്പാദിപ്പിച്ചെങ്കിൽ മറ്റുള്ളവരും ഇങ്ങനെ ചെയ്യണം എന്ന് കാണിക്കാൻ വേണ്ടിയാണ്. ഇതൊക്കെ വിഡംബനമാണ്, അനുകരണമാണ്. തന്നെ പോലെ മറ്റുള്ളവർ ഇത് കാണട്ടെ. ലോകരക്ഷയാണ് അങ്ങയുടെ വിഷയം. പക്ഷേ
ആ ലോകരക്ഷ ചെയ്യുമ്പോഴും അതാത് കാലത്ത് സ്വന്തം ഭക്തന്മാരെ സംരക്ഷിക്കാനും ദുഷ്ടജനങ്ങളെ സംഹരിക്കാനും വേണ്ടിയാണ് അങ്ങ് ഓരോ അവതാരങ്ങൾ സ്വീകരിച്ചത്. ആ ഓരോ അവതാരങ്ങളിലും വർണ്ണാശ്രമാദികളായ അങ്ങയുടെ ആചാരങ്ങൾ ശ്രദ്ധയോടെ അനുഷ്ഠിക്കും. സന്ധ്യയാകുമ്പോൾ അങ്ങ് സന്ധ്യാവനം കഴിയും ശ്രദ്ധയോടെ. എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? സനാതനമായ വേദധർമ്മം നിലനിർത്താൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ അത് നിലനിൽക്കില്ല എന്നറിയാം. അപ്പൊ വേദധർമ്മത്തെ നിലനിർത്താൻ വേണ്ടിയാണ് അങ്ങ് ഇതേപോലെയുള്ള സ്വരൂപത്തെ പരമകൃഷ്ണനായി അങ്ങ് സ്വീകരിച്ചെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു, വിചാരിക്കുന്നു. അഥാപികാലേ സ്വജനാഭിഗുപ്തേ ബിഭർഷി സത്വം ഖരനിഗ്രഹായ സ്വലീലയാ വേദവധം സനാതനം പരമാശ്രമാത്മാ പുരുഷ പരോ ഭവാൻ. അഥാപികാലേ സ്വജനാഭിഗുപ്തേ ബിഭർഷി സത്വം ഖലനിഗ്രഹായ സ്വലീലയാ വേദവധം സനാതനം വർണ്ണാശ്രമാത്മാ പുരുഷ പരോ ഭവൻ. ബ്രഹ്മദേഹൃദയം ശുക്ലം തപസ്വാധ്യായ സംയമൈ യത്രോപലബ്ധം സദ്വ്യക്തം അവ്യക്തം ച തതഃ പരം. തേ ഹൃദയം ശുക്ലം ബ്രഹ്മ. അങ്ങയുടെ ഹൃദയം പരിശുദ്ധമായ ബ്രഹ്മമാണ്. തപഃ സ്വാധ്യായ സംയമൈ. തപസ്, സ്വാധ്യായം, സംയമം. തപസ്, പഠിപ്പ്, ഇന്ദ്രിയ നിഗ്രഹം. ഇവ കൊണ്ട് സംയമൈ എത്ര യാതൊരിടത്ത് ഉപലബ്ധം ലഭിക്കുന്നുവോ ബ്രഹ്മ തേ ശുക്ലം ഹൃദയം. അതുകൊണ്ട് ആ ബ്രഹ്മജ്ഞാനം കൊണ്ട് ബ്രാഹ്മണ വംശത്തെ മുഴുവനും അങ്ങ് ശുദ്ധ ഹൃദയന്മാരാക്കി മാറ്റി. അങ്ങയുടെ ബ്രാഹ്മണ ഭക്തിക്കുള്ള പ്രധാനപ്പെട്ട കാരണം തപസ്, വേദാധ്യയനം, ഇന്ദ്രിയ നിഗ്രഹം. ഈ 3 അഭ്യാസങ്ങൾ ഏതൊരു കുലത്തിൽ ജനിച്ചാലും അത് സാക്ഷാത്കരിക്കണം. ആ ബ്രാഹ്മണ കുലം അങ്ങയുടെ ശുദ്ധ സത്വസ്വരൂപമായിരിക്കുന്ന അന്തരംഗമാണ്. വേദങ്ങൾ അങ്ങയിൽ നിന്നാണ് ഉണ്ടായത്. പക്ഷെ ഈ വേദത്തെ സംരക്ഷിക്കുന്നവരാരാണ്? ബ്രാഹ്മണരാണ്. അപ്പൊ എന്ത് ചെയ്യണം? ബ്രാഹ്മണരെ നമസ്കരിക്കണം. ഇത് കാണിച്ചു തരാൻ വേണ്ടിയാണ് അങ്ങ് ഇപ്പൊ ഇങ്ങനെ ചെയ്തത്. അങ്ങേക്ക് ആവശ്യമില്ല, കാരണം വേദം അങ്ങയിൽ നിന്നാണ് ഉണ്ടായത്. പക്ഷെ ആ വേദത്തെ സംരക്ഷിച്ച് നിലനിർത്തുന്നവർ ബ്രാഹ്മണരാണ്, വിപ്രന്മാരാണ്. അപ്പം അവരെ അങ്ങ് തന്നെ നമസ്കരിച്ചെങ്കിൽ വേറെ ആരെ നമസ്കരിക്കുക? ഇത് കാണുമ്പോൾ എല്ലാവരും അങ്ങനെ നമസ്കരിക്കുന്ന കാരണമാകും. അതുകൊണ്ട് ഈ സ്വാധ്യായതവ സംയമങ്ങളെ കൊണ്ട് ഏതൊരു കാലത്ത് ജനിച്ചവരാണെങ്കിൽ പോലും എത്ര ഉപലബ്ധം ശുക്ലം തേ ബ്രഹ്മ ഹൃദയം സത് വ്യക്തം. അത് നാശരഹിതമാണ്, വ്യക്തമാണ്. തതപ്പരം ച അവ്യക്തം. അതിൻ്റെ അപ്പുറം അവ്യക്തമാണ്. വേദം മുതലേ നമുക്കറിയൂ. വേദത്തിന്റെ അപ്പുറത്ത് എന്താണെന്ന് ചോദിച്ചാൽ അവ്യക്തമാണ്, അറിയില്ല. അങ്ങയിൽ നിന്നും ഉത്ഭവിച്ച വേദം മുതൽ നമുക്ക് അറിവുണ്ട്, ജ്ഞാനങ്ങളുണ്ട്. അതിൻ്റെ അപ്പുറത്തില്ലേ, ഉണ്ടോ, അറിയില്ല. അത് അവ്യക്തമാണ്, പരമമാണ്. ബ്രഹ്മതേ ഹൃദയം ശുക്ല തപസ്വാധ്യായ സംയമൈ യത്രോപലബ്ധം സദ്വ്യക്തം അവ്യക്തം ച തതഃ പരം. ബ്രഹ്മതേ ഹൃദയം ശുക്ലം തപസ്വാധ്യായ സംയമൈ യത്രോപലബ്ധം സദ്വ്യക്തം അവ്യക്തം ച തതഃ പരം. തസ്മാത് ബ്രഹ്മപുരം ബ്രഹ്മൻ ശാസ്ത്രയോവനേ ത്വമാത്മന
ഫഭാജേഫി ഫദ്ധാമ തദ് ബ്രഹ്മണ്യഗ്രഹണീർഭവൻ. തസ്മാത് അതുകൊണ്ട് ഹേ ബ്രഹ്മൻ, ബ്രഹ്മജ്ഞാനിയുള്ളവനെ, ബ്രഹ്മകുലം ബ്രാഹ്മണ വംശം മുഴുവൻ ശാസ്ത്രയോനേഹേത്വം ആത്മനഃ, ശാസ്ത്രയോനിയുടെയായ അങ്ങ് ബ്രഹ്മയോനിയായിരിക്കുന്ന ശാസ്ത്രയോനിയായിരിക്കുന്ന അങ്ങ് ആത്മനഃ ഫഭാജയഫി ആശ്രയിക്കുന്നു. സദ്ധാമ തദ് ബ്രഹ്മണ്യ അഗ്രണീഹി ഭവൻ. സത്തിന് ധാമമായ ഇരിപ്പിടമായ ആ ബ്രഹ്മണ്യ അഗ്രണീഹി ഭവൻ, ബ്രാഹ്മണ ഭക്തന്മാരിൽ വെച്ച് അങ്ങ് അഗ്രഗണ്യനാണ്. ശ്രേഷ്ഠമായ ഉപലബ്ധി കൊണ്ടാണ് ബ്രാഹ്മണ കുലത്തെ അങ്ങ് ആശ്രയിക്കുന്നത്. ശാസ്ത്രയോനേഹത്വം ആത്മനഃ ഫഭാജേഫി സദ്ധാമ തദ് ബ്രഹ്മണി അഗ്രണീഹി ഭവ. അതിലങ്ങ് അഗ്രഗണ്യനാണ്. എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന സത്തായ വസ്തു ഒന്നേ ഉള്ളൂ, സദ്ധാമ. ആ സത്തിന്റെ ഉറവിടമാണ്, ഇരിപ്പിടമാണ് അങ്ങ്. ഇത് നമ്മെ അറിയിക്കാനുള്ള പ്രമാണം എന്താണ്? വേദമാണ്. അങ്ങ് എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്നു നമ്മളോട് ആരാ പറഞ്ഞു തരിക? വേദങ്ങൾ. ത്വം ആത്മനഃ ഫഭാജേഫി സദ്ധാമ. അതുകൊണ്ടാണ് ബ്രാഹ്മണൻ വെച്ച് അഗ്രഗണ്യനായി സത്കർമ്മങ്ങൾ, ബ്രാഹ്മണ പൂജാതി കർമ്മങ്ങൾ അങ്ങ് ആചരിക്കുന്നത് ഈ വേദമാർഗത്തെ ഉറപ്പിക്കാനാണ്. മുമ്പേ ഞാൻ പറഞ്ഞു, അങ്ങയിൽ നിന്നാണ് വേദം ഉണ്ടായത്. വേദത്തെ സംരക്ഷിക്കുന്നത് ബ്രാഹ്മണരാണ്. അപ്പൊ എന്ത് ചെയ്യണം? ബ്രാഹ്മണരെ പൂജിക്കണം. എങ്ങനെയല്ലേ വേദം നിലനിൽക്കുള്ളൂ. അങ്ങയിൽ നിന്ന് വേദം എന്ത് ചെയ്തു? ഭൂമിയിലേക്ക് വന്നു. ഇപ്പം ഭൂമി നിറഞ്ഞൊക്കെയാണ്. അങ്ങ് വേദസ്വരൂപനാണ്, അതൊക്കെ ശരിയാണ്. പക്ഷെ ഈ വേദത്തെ പ്രചരിപ്പിക്കുന്നവരാരാണ്? ബ്രാഹ്മണരാണ്. അപ്പൊ എന്ത് ചെയ്യണം? വേദം നിലനിൽക്കാൻ ബ്രാഹ്മണരുടെ പാദങ്ങളിൽ നമസ്കരിക്കണം എന്ന് ഭഗവാൻ തന്നെ ബ്രാഹ്മണ നമസ്കാരത്തിന്റെ ആവശ്യകത എന്താണെന്ന് എന്ത് ചെയ്തിരിക്കുന്നു? ഇപ്പൊ ഉറപ്പിച്ചു. ബ്രാഹ്മണരെ പൂജിക്കണം, അവരെ അർച്ചിക്കണം, അവരെ നമസ്കരിക്കണം. ഇതൊക്കെ ആവശ്യമാണ്. ബ്രഹ്മണ്യ അഗ്രണീഹി ഭവാൻ, ബ്രാഹ്മണ ഭക്തന്മാരിൽ വെച്ച് അങ്ങ് അഗ്രഗണ്യനായിട്ട് ഇപ്പൊ തീർന്നിരിക്കുന്നത്. എന്തിനാണ്? ഈ ശ്രേഷ്ഠമായ വേദങ്ങൾക്ക് ഉറവിടമായ ഈ ബ്രാഹ്മണ കുലത്തെ അങ്ങ് സൽക്കരിച്ചു. ഇപ്പോൾ തസ്മാത് ബ്രഹ്മകുലം ബ്രഹ്മൻ ശാസ്ത്രയോനേ ത്വമാത്മന ഫഭാജേഫി സദ്ധാമ തദ് ബ്രഹ്മണ്യാഗ്രണീർഭവാൻ. തസ്മാത് ബ്രഹ്മകുലം ബ്രഹ്മൻ ശാസ്ത്രയോനേ ത്വമാത്മന ഫഭാജേഫി സദ്ധാമ തദ് ബ്രഹ്മണ്യഗ്രഹണീർഭവാൻ. അദ്യനോ ജന്മഫാഫല്യം വിദ്യായാസ്തപസദൃശ ത്വയാ സംഗമ്യഫദ്ഗത്യ യദന്തശ്രേയസംബര. അദ്യ ഇന്ന്, നോ ഞങ്ങളുടെ ജന്മ സാഫല്യം, ഇന്ന് ഞങ്ങളുടെ ജന്മം സഫലമായിരിക്കുന്നു. അദ്യനോ ജന്മ സാഫല്യം, ജന്മം മാത്രമല്ല, വിദ്യായാഹ വിദ്യ സഫലമാണ്. തപസ് സഫലമാണ്. ദിശ കണ്ണുകൾ സഫലമാണ്. എന്തുകൊണ്ട്? ത്വയാ സംഗമ്യ, അങ്ങോട്ട് ചേർന്നുകൊണ്ട്. സദ്ഗത്യ ഇതന്ത ശ്രേയസംബര, സജ്ജനങ്ങളുമായിട്ടുള്ള ഗതി കൊണ്ട് ശ്രേയസിൽ വെച്ച് ഉത്കൃഷ്ടമായ, ശ്രേയസിന്റെ പരമാവധിയായ സത്തുക്കളുടെ ഗതി
പ്രാപിക്കുന്ന അങ്ങയോടുള്ള ചേർച്ച കൊണ്ട് ഞങ്ങളുടെ ജന്മം ഇന്ന് സഫലമായിരിക്കുകയാണ്. ഞങ്ങളുടെ വിദ്യ സഫലമായി, ഞങ്ങളുടെ തപസ് സഫലമായി, ഞങ്ങളുടെ കണ്ണുകൾ, ഇന്ദ്രിയങ്ങൾ സഫലങ്ങളായി. എല്ലാ ശ്രേഷ്ഠകർമ്മങ്ങളിലെയും അതിലെ അവധിസ്ഥാനം അങ്ങാണ്. അങ്ങനെയാണ് ചെന്ന് ചേരുന്നത്. അതുകൊണ്ട് സജ്ജനങ്ങൾ അങ്ങയിൽ ചേരണമെന്നുള്ള ഒറ്റ ആഗ്രഹത്തോടു കൊണ്ടാണ് എല്ലാ കർമ്മങ്ങളും അങ്ങയിൽ സമർപ്പിച്ച് സായുജ്യം നേടാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെയുള്ള അങ്ങ് ചെയ്യുന്ന ഈ കർമാചരണം, അങ്ങ് എന്തിനൊക്കെ ചെയ്യുന്നത്? ലോകത്തെ രക്ഷിക്കാൻ വേണ്ടിയാണ്. ഞങ്ങളാകട്ടെ ഇപ്പോൾ സജ്ജനങ്ങൾ എത്തിച്ചേരാൻ പറ്റുന്ന അങ്ങയോട് കൂടി ചേർന്നില്ലേ? ആ കൂടിച്ചേരൽ കൊണ്ട് ഞങ്ങളുടെ വിദ്യയും തപസ്സും സമ്പൂർണമായി ഭരിച്ചു. ഞങ്ങളുടെ കണ്ണുകൾ സാഫല്യം സിദ്ധിച്ചു എന്ന് വേണ്ട, ജന്മം തന്നെ സഫലമായി. കാരണം നേരിട്ട് കണ്ണുകൊണ്ട് കണ്ടില്ല അങ്ങയുടെ വാക്കുകൾ കേട്ടില്ലേ? അങ്ങയുടെ പൂജയ്ക്ക് പാത്രീഭവിച്ചില്ലേ ഞങ്ങൾ? ഇപ്പരം എന്തൊരു ഭാഗ്യവും പുണ്യമാണ് ഞങ്ങൾക്ക് ജീവിതത്തിൽ കിട്ടാനുള്ളത്. ഞങ്ങളുടെ ജന്മം ഇന്ന് സഫലമായി, പഠിപ്പ് ഇന്ന് സഫലമായി, തപസ് സഫലമായി, കണ്ണും സഫലമായി. അങ്ങയെ കണ്ടു, അങ്ങയുടെ വാക്കുകൾ കേട്ടു, അങ്ങയെ സ്പർശിച്ചു, അങ്ങ് നമസ്കരിച്ചു. അപ്പോൾ ഞങ്ങളുടെ പഠിപ്പും ഞങ്ങളുടെ തപസ്സും ഒക്കെ സമ്പൂർണമായിരിക്കും. അദ്യനോ ജന്മസാഫല്യം വിദ്യായ തപസോദൃശാം ത്വയാ സംഗമ്യ സദ്ഗത്യ യദന്തശ്രേയസാംബരാം. അദ്യനോ ജന്മസാഫല്യം വിദ്യായ തപസോദൃശാം ത്വയാ സംഗമ്യ സദ്ഗത്യ യദന്തശ്രേയസാംബരാം. നമസ്തസ്മൈ ഭഗവതേ കൃഷ്ണായ കുണ്ഠമേധസേ സ്വയോഗമായ ഛന്നമഹിംനേ പരമാത്മനെ. അത് നമസ്കരിക്കാം ഭഗവാനെ. തസ്മൈ ഭഗവതേ, അങ്ങനെയുള്ള ഭഗവാനായിക്കൊണ്ട് നമസ്കാരം. കൃഷ്ണനായിക്കൊണ്ട് അകുണ്ഠമേധസേ, ഒരു കുണ്ഠിതമില്ലാത്ത ബുദ്ധിയോട് കൂടിയവനായി ശ്രീകൃഷ്ണ ഭഗവാനായ അങ്ങേക്കിതാ നമസ്കാരം. സ്വയോഗമായ, സ്വന്തം യോഗമായ കൊണ്ട് ഛന്നമഹിംനേ, മാഹിത്മത്തെ മറച്ചു പിടിച്ചിരിക്കുന്ന പരമാത്മനെ തേനം, പരമാത്മസ്വരൂപനായ അങ്ങേക്ക് നമസ്കാരം. അങ്ങയുടെ തന്നെ മായ കൊണ്ട് അങ്ങയുടെ മാഹാത്മ്യത്തെ അങ്ങനെതിരിക്കാണ് ഒളിച്ചു മറച്ചു വെച്ചിരിക്കുന്നത്. ഇത് ഋഷിമാർ ഭഗവാനെ സ്തുതിക്കുകയാണ്. ബ്രഹ്മാവിന് ഇത് മനസ്സിലായി ശരിക്കും. ആ ബ്രഹ്മമോഹനത്തിൽ ബ്രഹ്മാവതി ശരിക്കും സ്തുതിക്കുമ്പോൾ പറയും. കാരണം എന്താണ്? അങ്ങ് ഈ മനുഷ്യസ്വരൂപത്തിൽ ഇവിടെ ഈ കാണിച്ച നാട്യങ്ങളൊക്കെ അങ്ങയുടെ മായ കൊണ്ട് മറയ്ക്കപ്പെട്ട പരമാത്മസ്വരൂപത്തെ ഒന്നും മറച്ചു പിടിക്കാൻ വേണ്ടി മാത്രം ചെയ്തതാണ്. അങ്ങനെ തൻ്റെ മഹാത്മ്യം എപ്പോഴും മറച്ചു പിടിക്കുന്ന, സ്വന്തം മായ കൊണ്ട് മറച്ചു പിടിക്കുന്ന പരമാത്മസ്വരൂപനാണ് അങ്ങേക്കിതാ നമസ്കാരം. നമസ്തസ്മൈ ഭഗവതേ കൃഷ്ണായ കുണ്ഠമേധസേ സ്വയോഗമായ ഛന്നമഹിംനേ പരമാത്മനേ. നമസ്തസ്മൈ ഭഗവതേ കൃഷ്ണായ കുണ്ഠമേധസേ സ്വയോഗമായ ഛന്നമഹിംനേ പരമാത്മനേ. നയം വിദന്ധ്യമീ ഭൂപാം ഏകാരാമാശ്ച വൃഷ്ണയാം മായായവനികാച്ഛന്നം ആത്മാനം കാലമീശ്വരം. ന വയം വിദന്തി അമീഹി, ഞങ്ങൾ അറിയുന്നില്ല. ന വിദന്തി അറിയുന്നില്ല. അമീഹി ഭൂപാഹ, ഈ വൃഷ്ണികളായ രാജാക്കന്മാരും അറിയുന്നില്ല. ഏകാരാമാശ്ച വൃഷ്ണയഃ, ഏകാരാമന്മാരായ വൃഷ്ണികളും
ഒരു സ്ഥാനത്ത് രമിക്കുന്നവർ ഏകാരാമന്മാർ. ഒരു സ്ഥലത്ത് മാത്രമേ അവർക്ക് രമിക്കാൻ പറ്റുന്നുള്ളൂ, പല സ്ഥലത്തും ഒരേ സമയത്ത് പറ്റുന്നില്ല. അങ്ങനെയുള്ള വൃഷ്ണികളും ഞങ്ങളും ഈ രാജാക്കന്മാരും വിദന്തി അറിയുന്നില്ല. എന്ത്? മായായവനികാച്ഛന്നം ആത്മാനം കാലമീശ്വരം. മായ എന്ന യവനിക കൊണ്ട്, തിരശ്ശീല കൊണ്ട്, കർട്ടൻ കൊണ്ട് മറഞ്ഞിരിക്കുന്ന കാലസ്വരൂപനായ അങ്ങയെ ഞങ്ങൾ ആരും അറിയുന്നില്ല. ഇപ്പൊ ഒരു മനുഷ്യസ്വരൂപത്തിൽ മാത്രമല്ലേ ഞങ്ങൾക്ക് കാണാൻ പറ്റുന്നുള്ളൂ. അങ്ങയോട് കൂടി ഒരേ കട്ടിൽ കിടന്നുറങ്ങി, ഒരേ പാത്രത്തിൽ ഭക്ഷണം കഴിച്ച്, ഒരുപോലെ ഇരുന്ന് സഞ്ചരിച്ച്, കൈ കോർത്ത് പിടിച്ച് സഞ്ചരിച്ച ഈ രാജാക്കന്മാരുണ്ട്, വൃഷ്ണികൾ, ഈ ഗോപന്മാരുണ്ട്. അങ്ങനെ ഇരിക്കുന്ന ഈ രാജാക്കന്മാരും വൃഷ്ണികളും അങ്ങയുടെ യോഗമായ വൈഭവത്തിന്റെ തിരശീല കൊണ്ട് ഒരുമിച്ചിരുന്നിട്ട് കൂടി അവർ അറിയുന്നില്ല ഈ ഭഗവാന്റെ മഹാത്മ്യം. കൂടെ കിടന്നുറങ്ങിയ ഭഗവാൻ ഇങ്ങനെയുള്ളവനാണെന്ന് അവരറിഞ്ഞില്ല. കാരണം എന്താണ്? അങ്ങ് മനുഷ്യനാട്യമാണ്, മനുഷ്യസ്വരൂപത്തിലാണ് അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടത്. അപ്പൊ അവർക്ക് അങ്ങനെയല്ലേ അറിയാൻ പറ്റും. അതിൻ്റെ അകത്ത് ഒളിഞ്ഞിരിക്കുന്ന ആത്മതത്വ സ്വരൂപത്തെ അവർക്ക് എന്ത് ചെയ്യുന്നില്ല, അറിയാൻ പറ്റുന്നില്ല. യുധിഷ്ഠിരൻ, അതേപോലെ മറ്റ് രാജാക്കന്മാർ, അതേപോലെ അക്രൂരാദികളായ കൃഷ്ണകൾ. ഒരു ഭാഗവത ക്ലാസ്സിലാണ് ഇപ്പൊ തീരും, 10 മിനിറ്റ് കൊണ്ട് തീരും. ഹലോ, അപ്പൊ ഇവരൊക്കെയും അക്രൂരനും വൃഷ്ണികളും ഒക്കെ ശ്രീകൃഷ്ണന്റെ ഈ പ്രഭാവത്തെ അറിഞ്ഞിട്ടുണ്ടെന്ന് പലയിടത്തും മനസ്സിലാക്കുന്നെങ്കിലും അവർ ശരിക്കും അറിഞ്ഞിട്ടില്ല. കാരണം എന്താണ്? മായായവരിക കൊണ്ട് ഛന്നാണ്. അപ്പൊ ഇത് പൂർവാപര വിരുദ്ധമല്ലേ? അവർ അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നെങ്കിൽ അറിഞ്ഞെന്നും പറയുന്നു, അറിഞ്ഞിട്ടില്ലെന്നും പറയുന്നു. അക്രൂരൻ അറിഞ്ഞിട്ട് സ്തുതിക്കുന്നുണ്ട്, അക്രൂരൻ അറിഞ്ഞില്ല എന്ന് പറയാം. അർജുനൻ കൂടെ നിന്നിട്ട് ഇത് അറിഞ്ഞില്ല എന്ന് പറഞ്ഞു. പക്ഷെ എന്ത് ചെയ്തു? ഉപദേശം കൊണ്ട് അർജുനന് മനസ്സിലായി, യഥാർത്ഥ സ്വരൂപം കാണിച്ചു കൊടുത്തു. ഇങ്ങനെ പലരും അറിഞ്ഞിട്ടില്ല. എന്നാ വിദന്തി എന്ന് പറയുന്നത് ശരിയാണോ? അവിടെ വിരോധം വരില്ലേ എന്നാണെങ്കിൽ ഈ ശ്ലോകത്തിൽ ഈ കൊണ്ടായി വിരോധത്തെ നമുക്ക് ശ്ലോകം കൊണ്ടിനെ പരിഹരിക്കാം. എന്താണ്? അങ്ങയോട് ഒരുമിച്ച് താമസിച്ച് ഭവിച്ച യുധിഷ്ഠിരാദികളും അക്രൂരാദികളും ഞങ്ങളെക്കാൾ പരമധന്യരാണ്. കാരണം അങ്ങ് മായയാൽ മറയ്ക്കപ്പെട്ടവനായിട്ടല്ല എന്നറിയുന്നത് സർവ അന്തര്യാമിയായ പരമാത്മസ്വരൂപനാണ്, സർവീശ്വരനാണ്, സർവകാരണനാണ് എന്നുള്ള കാലതത്വത്തെയും നിലനിർത്തുന്ന ഈശ്വരനായിട്ട് അവർ അറിയുന്നുണ്ട്. അതേ സ്വരൂപത്തിന് ഹാനി ലേശം വരാതെ അവരുടെ ഇഷ്ടനായും മിത്രമായും ജ്യേഷ്ഠനായും പിതാവായും കൂട്ടുകാരനായും ഭർത്താവും ഒക്കെ വേഷം കെട്ടി അങ്ങ് ആടുന്നുണ്ട്. അപ്പൊ അവരെ പരമപ്രേമ വിഷയമായി കരുതി അങ്ങേ ആരാധിക്കുന്നു എന്നല്ലേ എൻ്റെ അർത്ഥം. അറിയുന്നില്ല എന്നല്ല, ആരാധിക്കുന്നു അവർ എന്നും വേണമെങ്കിൽ ഒരർത്ഥം പറഞ്ഞാൽ ഈ വിരോധം അവിടെ പരിഹരിക്കപ്പെടാം. നവയം വിദന്ത്യമേ ഭൂമാം ഏകാരാമാശ്ചവൃഷ്ണയാം മായായവനികച്ഛന്നം ആത്മാനം കാലമീശ്വരം. യം വിദന്ത്യമേ ഭൂപാഃ ഏകാരാമാശ്ചവൃഷ്ണയാം മായായവനികാച്ഛന്നമാത്മാനം കാലമീശ്വരം. യഥാശയാന പുരുഷാം ആത്മാനം ഗുണതത്വദൃക് നാമമാത്ര ഇന്ദ്രിയാഭാതം നവേദരഹിതം പരം. യഥാശയാന പുരുഷ,
എങ്ങനെയെന്ന് വെച്ചാൽ ഉറങ്ങിക്കിടക്കുന്ന പുരുഷൻ ആത്മാനം തന്നെ ഗുണതത്വദൃക്, ഗുണകാര്യങ്ങളുടെ പരമാർത്ഥമായി കാണുന്ന ഒരു പുരുഷൻ ഉറങ്ങിക്കിടക്കുമ്പോൾ നാമമാത്ര ഇന്ദ്രിയ ആഭാതം നവേദ, നാമമാത്രമായുള്ള ഇന്ദ്രിയങ്ങളുടെ പ്രകാശത്തെ വേദ അറിയുന്നു. രഹിതം പരം നവേദ, അല്ലാത്ത മറ്റൊന്നിനെ അറിയുന്നുമില്ല. സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പുരുഷൻ അയാളുടെ ഉള്ളിലുള്ള രജോ ഗുണത്തിന്റെ മഹത്വം കൊണ്ട് ഉണ്ടായി വന്ന് കാണപ്പെടുന്ന ഈ സ്വപ്നം, ആ സ്വപ്നത്തിൽ സിംഹാദികളായ പല രൂപങ്ങളും കാണാം. അത് സത്യമായി തന്നെ കരുതും. അവ മിഥ്യയാണ് എന്ന് തൻ്റെ ഇന്ദ്രിയം കൊണ്ടും മനസ്സുകൊണ്ടും നന്നായി പ്രകാശിപ്പിക്കപ്പെട്ടിട്ടും അറിയുന്നില്ല. ഈ കാണപ്പെട്ട സിംഹം മിഥ്യയായ സിംഹമാണെന്ന് അറിയുന്നില്ല. പക്ഷെ കണ്ടുകൊണ്ടിരിക്കുന്ന തന്നെ അവയിൽ നിന്നും വേറിട്ടവനെന്നോ മിഥ്യയാണെന്നോ അറിയുന്നില്ല. ഇതുപോലെയാണ് കൃഷ്ണൻ യുധിഷ്ഠിരാദികളോടും അക്രൂരാദികളോടും ചേർന്ന് നിൽക്കുന്നത്. സ്വപ്നം കാണുന്ന ഒരാൾ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന അത്രയും സമയവും ഈ സ്വപ്നം മിഥ്യയാണെന്ന് ധരിക്കില്ല. ഈ സ്വപ്നം യാഥാർത്ഥ്യമാണെന്ന് മാത്രമേ അയാൾക്ക് മനസ്സിലാവൂ. പക്ഷേ ഈ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന താൻ ഇതിൽ നിന്നും വേറെയാണെന്ന് വിചാരിക്കത്തില്ല. ഞാൻ തന്നെയാണ് സ്വപ്നം കാണുന്നത് വിചാരിക്കുന്നത്. ഞാൻ രണ്ടായിട്ടാണ് കാണുന്നത് സ്വപ്നം, എങ്കിലും ഞാൻ രണ്ടാണ് എന്ന് വിചാരിക്കത്തേയില്ല. സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന ഞാൻ, സ്വപ്നം അനുഭവിക്കുന്ന ഞാൻ എന്ന് രണ്ടാണ്. പക്ഷെ രണ്ടായിട്ട് തിരിച്ചറിയത്തില്ല, ഒന്നായിട്ട് മാത്രമേ എത്തൂ. ഇത് എന്താണ്? മിഥ്യ കൊണ്ടല്ലേ. വാസ്തവത്തിൽ എന്റെ കണ്ണിന്റെ മുമ്പിൽ രാത്രിയിൽ സ്വപ്നം കാണുമ്പോൾ സിംഹമില്ല. പക്ഷെ ഞാൻ സിംഹത്തെ എന്ത് ചെയ്യുന്നു? കാണുന്നു. ഇത് യാഥാർത്ഥ്യമാണോ? അല്ല. സിംഹത്തെ കണ്ട് പേടിച്ച് വിറയ്ക്കുകയും കരയുകയും ഒക്കെ ചെയ്യാം. ഉണരുമ്പോൾ സിംഹം സത്യമല്ല. ഇതുപോലെ ശ്രീകൃഷ്ണ ഭഗവാൻ കൃഷ്ണാദികളോട് ചേർന്ന് നിൽക്കുമ്പോൾ ചേർന്ന് നിൽക്കുന്നെങ്കിലും